ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ സബ്ട്രാക്ടർ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അരിതമെറ്റിക് സർക്യൂട്ടുകളെ ഡിജിറ്റലിലുള്ള അരിതമെറ്റിക് സർക്യൂട്ടുകളെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആഡറുകളെ കുറിച്ച് പറഞ്ഞു, ഹാഫ് ആഡർ, ഫുൾ ആഡർ. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്ട്രാക്ടറുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ നമ്മൾ ഹാഫ് സബ്ട്രാക്ടർ എന്നുള്ള ഒരു ടോപ്പിക്കാണ് പഠിച്ചു കഴിഞ്ഞത്. ഇനി ഫുൾ സബ്ട്രാക്ടർ. അപ്പോൾ ഒരു ഹാഫ് സബ്ട്രാക്ടറും ഒരു ഫുൾ സബ്ട്രാക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഹാഫ് സബ്ട്രാക്ടറിൽ നമുക്ക് ഒരു 2 ബിറ്റുകൾ തമ്മിൽ മാത്രമുള്ള സബ്ട്രാക്ഷൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ ഫുൾ സബ്ട്രാക്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 2 സിംഗിൾ ബിറ്റിൻ്റെ പുറമെ ഒരു ബോറോ ബിറ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടലി നമുക്ക് 3 ഫുൾ സബ്ട്രാക്ടറിന് എത്രയെന്നുണ്ടാവും, കണ്ടെയ്ൻസ് 3 ഇൻപുട്സ് ആൻഡ് 2 ഔട്ട്പുട്ട്സ്. ഓക്കെ, നമ്മൾ ഫുൾ ആഡറിൽ പറഞ്ഞ അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ ഫുൾ സബ്ട്രാക്ടറിലും വരുന്നത്. ഫുൾ ആഡറിൽ നമ്മൾ പറഞ്ഞപ്പോൾ 2 ബിറ്റിന് പുറമെ ഒരു ക്യാരി ബിറ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാൻ സാധിച്ചിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഫുൾ ആഡറിൽ 3 ബിറ്റുകൾ നമുക്ക് ഇൻപുട്ടിൽ വന്നത്. അതുപോലെ ഇവിടെ 2 ബിറ്റിന് പുറമെ ഒരു ബോറോ ഇൻ, അതായത് ബോറോ ഇൻ എന്നുള്ള ഒരു ബിറ്റും കൂടി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നു. അതാണ് ഫുൾ സബ്ട്രാക്ടറിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് ഹാഫ് സബ്ട്രാക്ടറും ഫുൾ സബ്ട്രാക്ടറും തമ്മിലുള്ള വ്യത്യാസം. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഹാഫ് സബ്ട്രാക്ടറിൽ 2 ബിറ്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. എങ്കിൽ ഫുൾ സബ്ട്രാക്ടറിൽ നമുക്ക് 3 ബിറ്റ് സബ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 3 ബിറ്റുകളുണ്ട്, എ, ബി, അതുപോലെ മൂന്നാമത്തേത് നമ്മൾ ബി ഇൻ എന്ന് പറയുന്ന ബോറോ ഇൻ ബിറ്റ്. അപ്പോൾ 3 ബിറ്റുകളുള്ള നമുക്ക് ടോട്ടലി ആയിട്ട് 8 കോമ്പിനേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ. 3 ബിറ്റ് ആകുമ്പം 2⁻³ = 8 കോമ്പിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇപ്പോൾ ഫുൾ സബ്ട്രാക്ടർ, അതിന് എ, ബി, അതുപോലെ ബോറോ ഇൻ എന്നുള്ള ഒരു അഡീഷണൽ ഇൻപുട്ട് ബിറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ എയും ബിയും ബി ഇന്നും, അപ്പോൾ 3 ഇൻപുട്ടുകളാണ് നമുക്ക് എന്തിനുള്ളത്, ഫുൾ സബ്ട്രാക്ടറിനുള്ളത്. അതുപോലെ തന്നെ ഹാഫ് സബ്ട്രാക്ടറിൻ്റെ പോലെ തന്നെ 2 ഔട്ട്പുട്ടുകൾ മാത്രമാണ് ഫുൾ സബ്ട്രാക്ടറിനായാലും നമുക്കുള്ളത്. ഒന്ന് ഡിഫറൻസ്, രണ്ടാമത്തത് ബോറോ ഔട്ട് എന്ന് പറയുന്ന ഇത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇനി നമുക്കറിയാം ഇവിടെ 3 ഇൻപുട്ടുകളാണുള്ളത് അല്ലേ. ഇവിടെ 3 ഇൻപുട്ടുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ എ, ബി, ബി ഇൻ എന്ന് പറയുന്ന 3 ഇൻപുട്ടുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് 8 കോമ്പിനേഷൻസ് ഉള്ള ഒരു ട്രൂത്ത് ടേബിൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെ ട്രൂത്ത് ടേബിൾ നമ്മൾ എ, ബി, ബി ഇൻ ആകുമ്പോൾ 000 മുതൽ 111 വരെയുള്ള കോമ്പിനേഷൻസ് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടുകളാണ് ഡിഫറൻസും അതുപോലെ ബി ഔട്ട് എന്ന് പറയുന്ന ബോറോ ഔട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നതാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഫുൾ സബ്ട്രാക്ടറിൻ്റെ ട്രൂത്ത് ടേബിളാണ് കാണുന്നത്. ഇവിടെ എ, ബി, ബി എന്നുള്ള 3 ഇൻപുട്ടുകളുണ്ട്. അതുപോലെ ഔട്ട്പുട്ടുകളായിട്ട് ബോറോ ഔട്ട്, ബി ഔട്ട്, ഡിഫറൻസ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം 000 എന്നുള്ള ഈ കോമ്പിനേഷൻ എടുക്കുകയാണ്. എക്കും ബിക്കും ബി ഇന്നും 0 ആയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെയുള്ള ബോറോ എന്ന് പറയുന്നതും 0 ആയിരിക്കും. അങ്ങനെ നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാമല്ലോ ഡിഫറൻസ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ സബ്ട്രാക്ഷൻ ഓഫ് ബൈനറി നമ്പേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ 0 - 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. വീണ്ടും 0 - 1. അപ്പോൾ 0 - 1 എന്ന് പറയുന്ന ഒരു നമുക്ക് നമ്മുടെ ഹാഫ് സബ്ട്രാക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 0 - 1 എന്ന് പറയുമ്പോൾ നമുക്കത് സാധിക്കില്ല. ബൈനറിയിലെ 0യിൽ നിന്ന് 1 കുറക്കാൻ സാധിക്കില്ല. സോ ആ സമയത്ത് നമ്മളൊരു ബോറോ എടുത്തിട്ട് ഈ ബിറ്റ് എന്താവും, 10 എന്നുള്ളതാവും. 10 എന്ന് പറഞ്ഞാൽ ബൈനറിയിൽ 2 എന്നാണ് അർത്ഥം. അപ്പോൾ 10 എന്നാവുമ്പോൾ 2ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് 1 കിട്ടുന്നു. ഇവിടെ നമ്മൾ ബോറോ നമ്മൾ എടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഇവിടെ ബോറോ 1 കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് ഡിഫറൻസ് ചെയ്ത് വരല്. അപ്പോൾ നമുക്ക് കിട്ടുന്നത്, അങ്ങനെ നമ്മൾ ചെയ്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും, നമുക്ക് ഡിഫറൻസ് ആണെങ്കിൽ 001 എന്നുള്ള ഈ കണ്ടീഷനിൽ 1 വരുന്നുണ്ട്. അതുപോലെ 010 എന്ന് പറയുന്ന ഈ കണ്ടീഷനിൽ 1 വരുന്നുണ്ട്. പിന്നീട് 100 എന്നുള്ള കണ്ടീഷനിൽ വരുന്നുണ്ട്. ഇവിടെ 111 എന്നുള്ള കണ്ടീഷനിലും നമുക്ക് ഡിഫറൻസിൽ 1 വരുന്നുണ്ട്. അതുപോലെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലോജിക് ഡയഗ്രാം വരക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 കെ മാപ്പുകൾ ആവശ്യമുണ്ട്. ഇവിടെ 3 ബിറ്റാണ്, നമ്മൾ 3 വേരിയബിളാണ് ഉള്ളത് നമ്മുടെ ഇൻപുട്ടിൽ. അതുകൊണ്ട് ഒരു 3 വേരിയബിൾ കെ മാപ്പാണ് നമ്മൾ വരയ്ക്കേണ്ടത്. നമ്മൾ ഫുൾ ആർഡറിൽ പഠിച്ച അതുപോലെ തന്നെ, ഫുൾ ആർഡറിൽ എന്താണോ നമ്മൾ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ അഡീഷൻ്റെ പകരം ഇവിടെ നമ്മൾ
സബ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻസിന് ഒരു കെ മാപ്പ് ആവശ്യമുണ്ട്, അതുപോലെ ബോറോ ഔട്ടിനും നമുക്ക് എന്തുണ്ട്, ഒരു കെ മാപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്ന നമ്മുടെ ഇക്വേഷൻസിനനുസരിച്ച്, ഒരു ബൂളിയൻ ഇക്വേഷൻസിനനുസരിച്ചാണ് നമ്മൾ ലോജിക് ഡയഗ്രാം വരക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻസിനും ബോറോ ഔട്ടിനും ഓരോ കെ മാപ്പ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, ഇവിടെ നമുക്ക് കെ മാപ്പ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഫുൾ സബ്ട്രാക്ടറിൻ്റെ കെ മാപ്പ്. ഇത് ഡിഫറൻസിനുള്ള കെ മാപ്പാണ്, ഇത് ബോറോക്കുള്ള കെ മാപ്പാണ്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ഇവിടെ എ ബാർ ബി ബാർ ബി ഇൻ എന്ന് പറയുന്ന ഇവിടെ വണ്ണ് വരുന്നത്, അതായത് ഇത് 0 0 0 1. ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഉള്ളിൽ ഞാൻ ഒരു 0 1 2 3 അല്ലേ, 4 5 6 7. അപ്പോൾ നമുക്കറിയാം എവിടേക്കാണ് വണ്ണ് വരുന്നത്. നമ്മുടെ ആ ഗ്രാഫ് നമ്മുടെ ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയൊക്കെയാണ് വണ്ണ് വരുന്നത് എന്ന്. അപ്പോൾ ഇതിൻ്റെ നമ്പറിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ ഞാൻ നമ്പറിംഗ് കൊടുത്തിട്ടില്ല, എങ്കിലും നിങ്ങൾക്കറിയാവുന്നതാണ്. ഇത് 0 ആണ്, ഓക്കെ, ഇത് 0 ആണ്, ഇത് 1, ഇവിടെ 2, ഇത് 3, 4 5, ഇവിടെ 6, ഇത് 7. അപ്പോൾ എവിടേക്കാണ് നമുക്ക് ഡിഫറൻസിൽ വണ്ണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഡിഫറൻസിൽ വണ്ണ് വരുന്നത് എവിടെയൊക്കെയാണെന്ന് നമ്മൾ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ. ഇവിടെ ഡിഫറൻസിൽ വണ്ണ് വരുന്നത് 0 0 1, അതായത് 1ൻ്റെ പൊസിഷനിൽ വണ്ണ് വരുന്നുണ്ട്, പിന്നെ 2ൽ വണ്ണ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് വണ്ണ് വരുന്നത് 4ലാണ് വണ്ണ് വരുന്നത്, അതുപോലെ പിന്നീട് 7ലാണ് വണ്ണ് വരുന്നത്. അങ്ങനെ നമുക്ക് ഡിഫറൻസിൽ വണ്ണ് വരുന്നത് കെ മാപ്പ്, ഡിഫറൻസിൻ്റെ കെ മാപ്പ് നമ്മൾ വരയ്ക്കുമ്പോൾ 1, അതുപോലെ 2, അതുപോലെ 4 7, ഇത്രയും വണ്ണുകളാണ് നമുക്ക്. അപ്പോൾ 4 വണ്ണാണ് നമുക്ക് കിട്ടുന്നത്. ആ 4 വണ്ണ് കിട്ടുന്നത് ഏതൊക്കെ സെല്ലുകളിലാണ്? സെൽ നമ്പർ 1, സെൽ നമ്പർ 2, സെൽ നമ്പർ 4, സെൽ നമ്പർ 7. ഇത്രയും സെല്ലുകളിൽ നമുക്ക് വണ്ണ് എഴുതേണ്ടതുണ്ട്. 1 2 4 7, 1 2 4 7. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, 1 2 4 7ലാണോ നമ്മൾ കെ മാപ്പ് ഇട്ടതെന്ന് നിങ്ങൾ നോക്കൂ അല്ലേ. ഇവിടെ 1, ഇത് 0, ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 0, ഇത് 1, 1ൽ 1 ഉണ്ട്. അതുപോലെ പിന്നീട് നമുക്കുള്ളത് ഇതാണ് 2ൽ 1 ഉണ്ട്, ഇത് 3 ആണ്, 3ലില്ല. അതുപോലെ 4ലുണ്ട്, 5ലില്ല, പിന്നീടുള്ളത് 6ലില്ല, 7ലാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറൻസിൽ എവിടെയൊക്കെയാണ് വണ്ണ് വരുന്നുണ്ടെന്ന് നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കിയാൽ അറിയാം. അവിടെ ആ ഒരു പൊസിഷൻ, ആ സെല്ലുകളിൽ മാത്രം നമ്മൾ വണ്ണെടുത്തു. അങ്ങനെ വണ്ണെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്തില്ല, ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ആക്കാനുള്ള യാതൊരു ഓപ്ഷൻ ഇല്ല. കാരണം അഡ്ജസൻറ്റ് സൈഡുകളിലൊന്നും എന്തില്ല, പരസ്പരം വണ്ണ് വരുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് സിംഗിളായിട്ടാണ് നമ്മൾ ഓരോ ഗ്രൂപ്പുകളും ആക്കിയത് അല്ലേ, സിംഗിളായിട്ട് ഓരോ ഗ്രൂപ്പാക്കി. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് D = A XOR B XOR B. ഇത് നമ്മൾ ചെയ്ത് നോക്കിയാൽ നമ്മൾ ഫുൾ ആർഡറിൽ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഇത് കിട്ടുന്നത്. ഇതിൻ്റെ മുമ്പ് ഇക്വേഷൻസ് വരും, നമുക്ക് ആ ഇക്വേഷൻസിനെ എങ്ങനെ എഴുതാം, D = A XOR B XOR B എന്ന് എഴുതാം. ഓക്കെ, ഇത് നമ്മൾ ഇക്വേഷൻസ് ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടുന്നു, D = A XOR B XOR B എന്ന് കിട്ടുന്നു. നമ്മൾ ഫുൾ ആർഡറിൽ ചെയ്ത അതേ ഇക്വേഷൻസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്, ഫുൾ സബ്ട്രാക്ടറിലും കിട്ടുന്നത്. വ്യത്യസ്തമായിട്ട് മറ്റൊന്നുമില്ല. ഓക്കെ, ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ ഇനി ഡിഫറൻസിൻ്റെ അല്ലെങ്കിൽ ബോറോ ഔട്ട് അല്ലേ, ബോറോ ഔട്ടിൻ്റെ ഇക്വേഷൻസ് കെ മാപ്പ് എങ്ങനെ നമുക്ക് കിട്ടുന്നത്, ബോറോ ഔട്ടിൽ നമുക്ക് കിട്ടുന്നത് ഇത്രയും സ്ഥലങ്ങളിലാണ് നമുക്ക് വണ്ണ് കിട്ടുന്നത് അല്ലേ. സെൽ നമ്പർ 1ൽ കിട്ടുന്നുണ്ട്, 2ൽ കിട്ടുന്നുണ്ട്, 3ൽ, അതുപോലെ സെൽ നമ്പർ 7ൽ. ഇത്രയും വണ്ണുകളാണ് നമുക്ക് ബോറോ ഔട്ടിൻ്റെ ഇത് അല്ല, ബോറോ ഔട്ട് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ബോറോ ഔട്ടിൻ്റെ കെ മാപ്പ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ബൂളിയൻ ഇക്വേഷൻ എഴുതി നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, A bar B plus A bar B in plus B B in എന്ന് കിട്ടും. ഓക്കെ, A bar B plus A bar B in plus B B in ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഈ രണ്ടാമത്തെ, അതായത് ബോറോ ഔട്ടിൻ്റെ കെ മാപ്പ് വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഇക്വേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണത്, ലോജിക് ഡയഗ്രാം ആയിട്ട് വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻസ് ഇതാണ്, ഡിഫറൻസിൻ്റെ ഇക്വേഷൻസ്. അതായത് എയും ബിയും ബിയിനും 3 ഇൻപുട്ടുകൾ തമ്മിൽ എന്ത് ചെയ്യണം, ഒരു XOR ഗേറ്റിലേക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഡിഫറൻസ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ലോജിക് ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ലോജിക് ഡയഗ്രാം നമുക്ക് നോക്കിയാൽ ഇവിടെ നോക്കൂ നിങ്ങൾ, ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ. ഡിഫറൻസ് എങ്ങനെ കിട്ടുന്നത്, എ ബി, ഇത് സി അല്ല, ഇത് ബി ഇൻ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ബി ഇൻ, മൂന്നാമത്തത് ബി ഇൻ. അപ്പോൾ എ ബി ബി ഇൻ, ഈ 3 ഇൻപുട്ടുകൾ നമ്മൾ
ഒരു എക്സോർ ഗേറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടുന്നു നമ്മുടെ ഇക്വേഷൻസിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇത് ബി ഇൻ ആയിട്ട് എടുക്കുക. ഇവിടെ സി കാണുന്നതൊക്കെ നമ്മുടെ ബി ഇൻ ആണ് എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. സി കാണുന്നതൊക്കെ നമ്മുടെ ബി ഇൻ ആണ്. ഓക്കെ, സി എന്നുള്ള ഇൻപുട്ടല്ല, നമ്മൾ ബി ഇൻ എന്നുള്ളതാണ് നമ്മുടെ അവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ സി കാണുന്ന അവിടെയെല്ലാം ബി ഇൻ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ ഡിഫറൻസിൻ്റെ ലോജിക് ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് എ എക്സോർ ബി ഇൻ എന്നാണ്. ഓക്കെ, അതായത് 3 ഇൻപുട്ടുകളും തമ്മിൽ ഒരു എക്സോർ ഗേറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ആയി. ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ ബോറോ എങ്ങനെ കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബോറോൻ്റെ ഇതെന്താണ്, ബോറോയുടെ ഇക്വേഷൻസ് നമുക്ക് കിട്ടുന്നത് എ ബാർ ബി ഇൻ പ്ലസ് ബി ഇൻ അല്ലേ. അതായത് ആൻഡ് ഗേറ്റുകളാണ്, 3 ആൻഡ് ഗേറ്റുകൾ കൊടുക്കുന്നുണ്ട്. എ ബാറും അതുപോലെ ബിയും തമ്മിൽ ആൻഡ് ചെയ്യുന്നു. പിന്നീട് എ ബാറും ബി ഇന്നും തമ്മിൽ ആൻഡ് ചെയ്യുന്നു. പിന്നീട് ബിയും ബി ഇന്നും തമ്മിൽ ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 3 ആൻഡ് ഗേറ്റിൽ നിന്ന് കിട്ടുന്ന ഈ 3 ആൻഡ് ഗേറ്റ് കൂടിയും ഇവിടെ കൊടുക്കുന്നത് എങ്ങോട്ടാണ്, ഒരു ഓർ ഗേറ്റിലേക്കാണ് കൊടുക്കുക. കാരണം പരസ്പരം ഇവിടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം 3 ആൻഡ് ഗേറ്റും കൂടി നമ്മൾ എങ്ങോട്ട് കൊടുക്കേണ്ടതുണ്ട്, ഒരു ഓർ ഗേറ്റിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസും നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ആ രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ലോജിക് ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ബി ഇൻ, ഓക്കെ, ഇത് ബി ഇൻ, ഇവിടെ ബി ഇൻ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, 3 ആൻഡ് ഗേറ്റ് അല്ലേ. എ ബാർ എന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഒരു നോട്ട് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. എയിൽ നിന്ന് എടുത്തിട്ട് ഒരു നോട്ട് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് എ ബാർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ 3 ഇക്വേഷനാണ് നമുക്ക് ഒന്ന് എ ബാർ ബി ഇൻ, രണ്ടാമത്തത് എ ബാർ ബി, മൂന്നാമത്തത് ബി ഇൻ. ഇത് ഇവിടെ ബി എന്നാണ്, സി കാണുന്ന സ്ഥലങ്ങളിൽ ബി ഇൻ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് 3 കൂടി, ഈ 3 ആൻഡ് ഗേറ്റ് കൂടി നമ്മൾ എങ്ങോട്ട് കൊടുക്കേണ്ടതുണ്ട്, ഒരു ഓർ ഗേറ്റിലേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് ബോറോയുടെ ഇക്വേഷൻ കിട്ടുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾക്ക് ഒരു ഫുൾ സബ്ട്രാക്ടർ, അതായത് നമ്മളുടെ ഒരു ഫുൾ ആഡറിൻ്റെ രീതി എന്താണോ അതേ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇക്വേഷനിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസം മാത്രമാണ് ഇവിടെ ഉള്ളത്. അവിടെ ക്യാരി ആണെങ്കിൽ ഇവിടെ ബോറോ ആണ് നമ്മൾ എടുക്കുന്നത്. ആ ക്യാരിയിലും ബോറോയിലും ഉള്ള ചെറിയ ഇക്വേഷൻ്റെ വ്യത്യാസം മാത്രമാണ് ഒരു ഫുൾ സബ്ട്രാക്ടറും ഒരു ഫുൾ ആഡറും തമ്മിലുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫുൾ സബ്ട്രാക്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്.